എടോ അർച്ചന, എടോ ക്ഷേത്രം അടച്ചു പോയോണ്ടല്ലേ, മനഃപൂർവ്വം അല്ലല്ലോ. നമുക്ക് നാളെ തന്നെ വന്നത് കേട്ടാ. അർച്ചന, താൻ വിഷമിക്കാതെ. എന്റെ വിഷമം പറഞ്ഞ സച്ചേട്ടന് മനസ്സിലാവില്ല. ആ തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? 10 മിനിറ്റ് മുമ്പേ വന്നിരുന്നെങ്കിൽ ഇത് കെട്ടാൻ പറ്റുമായിരുന്നു. എല്ലാം നശിപ്പിച്ച സച്ചേട്ടൻ തന്നെയല്ലേ? അർച്ചന, ഞാൻ മനഃപൂർവ്വം ചെയ്തെന്നാണ് താൻ പറയുന്നത്. അല്ലെന്ന് എനിക്ക് എങ്ങനെയാ പറയാൻ പറ്റുക? ആ ഡോക്ടറോട് അത്രയും സമയം ഫോണിൽ സംസാരിച്ച് കളയാതിരുന്നെങ്കിൽ ഈ താലി എന്റെ കഴുത്തിൽ കിടന്നേനെ. ഒരു എമർജൻസി ആയതുകൊണ്ടല്ലേ അത്ര നേരം സംസാരിച്ചത്. അപ്പോ ഇത് എമർജൻസി അല്ലായിരുന്നോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, സച്ചേട്ടൻ ഇതിനേക്കാൾ പ്രധാനം ആ ഡോക്ടറോട് സംസാരിക്കുന്നത്. എടോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഡോക്ടർ നിർത്താൻ സംസാരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ കഴുത്തിൽ ഈ താലി കെട്ടുന്നത് മുടങ്ങിയാലും ഡോക്ടറോട് കൂട്ടുകാരന്റെ കാര്യം സംസാരിക്കാൻ പറ്റിയല്ലോ. അത് തന്നെ ഭാഗ്യോ. ഇതിനി എന്റെ കഴുത്തിൽ കെട്ടണ്ട. ഞാൻ ഇതില്ലാതെ നടന്നോളാം. അർച്ചന, എടോ, താനിങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഭഗവാൻ ഇവിടെ തന്നെ ഇല്ലേ? നമുക്ക് നാളെ വരാം. സച്ചേട്ടനൊന്ന് വണ്ടി എടുക്കുന്നുണ്ടോ? താനിങ്ങനെ മുഖം വീർപ്പിച്ചിരുന്ന ഞാൻ എങ്ങനെ സമാധാനത്തോടെ വണ്ടി ഓടിക്കും? തെറ്റാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം വെരി സോറി. ഇതെന്റെ കഴുത്തിൽ അണിയിക്കാൻ സച്ചേട്ടൻ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ വന്നത്. അതുകൊണ്ടാ വഴിയിൽ നിന്ന് ഡോക്ടറോട് ഇത്രയും നേരം സംസാരിച്ചത്. എത്ര തവണ ഞാൻ വിളിച്ചു, കേട്ടില്ല. ഇതെന്റെ കഴുത്തിൽ അണിയിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വീട്ടിൽ വെച്ച് തന്നെ പറയായിരുന്നു. അർച്ചന, ഒതുങ്ങി കെട്ടി ഇവിടം വരെ എന്നെ കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടോ, മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. ഇത്തവണത്തേക്ക് താനൊന്ന് ക്ഷമിക്കേ. അർച്ചന, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. നീ എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫയലൊക്കെ എടുത്തു വെച്ച്. ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ വരാമോ? നമുക്കൊരു ഫിലിമിന് പോവാം. നോക്കട്ടെ, ഓഫീസിൽ ഇന്ന് കുറച്ചധികം തിരക്കുള്ള ദിവസമാ. നേരത്തെ ഇറങ്ങാൻ പറ്റുന്ന അറിയില്ല. എന്നാലും നിനക്ക് വേണ്ടി ഞാൻ നോക്കാം. നോക്കിയ പോരാ, വരണം. വരാന്നേ. നീ ആ ഫയലിംഗ് എടുക്ക്. സ്നേഹേ, എന്തൊരു ഓട്ടോ ഇത്! ഒന്ന് സമാധാനത്തോടെ വന്നൂടെ? അത് പിന്നെ ഞാൻ ഫോണാ? എന്താ നീ പറയുന്നേ? ആ, കണ്ടിട്ട് നിന്റെ കിളി പോയതുപോലെ ഉണ്ടല്ലോ. അല്ല, സ്നേഹയ്ക്ക് ഫോൺ. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യോ? ഒരു മിനിറ്റ്. ആരാ ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് വിളിക്കുന്നേ? അതാരല്ല, ഒരു ഫ്രണ്ടാ. ശരി, ഞാൻ ഇറങ്ങുവാ. സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്താ നീ എന്നെ വിളിക്കും. ഞാൻ വിളിക്കാം. നീ എന്ത് പണിയായി കാണിച്ചേ? ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. കുറെ നേരമായിട്ട് ഹരീഷ് എന്നെ വിളിച്ചോണ്ടിരിക്കുക. സംസാരിക്കും. ഹലോ ഹരീഷ്. എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുക? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഹരീഷിനെ തിരിച്ചു വിളിച്ചാൽ മതിയോ? എന്താ അനക്കിത്? ഞാൻ എപ്പോ വിളിച്ചാലും അനക്ക് പല പല തിരക്കുകളാ. ഒന്ന് മനസ്സിലാക്ക ഹരീഷ്. എനിക്കും വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ സമയം കിട്ടണ്ടേ? എന്തായാലും ഇന്ന് വൈകുന്നേരം ഞാൻ വിളിക്കാം. വിളിക്കല്ലോ, എന്നെ പറ്റിക്കരുത്. ഇല്ല, ഞാൻ വിളിക്കാം. അതെ, ഫോൺ വെക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒന്ന് വേഗം പറഞ്ഞോളൂ. നമുക്കേ ഒന്നുകൂടി കണ്ടാലോ? നാളെ രാവിലെ എവിടെയെങ്കിലും വെച്ചിട്ട്. അതൊക്കെ ഞാൻ വൈകിട്ട് വിളിക്കുമ്പോ പറയാം. ഇപ്പൊ ഞാൻ ഫോൺ വെക്കട്ടെ. ബൈ. ഓഹോ,
അതിനു മുമ്പ് കട്ടാക്കിയിട്ട് പോയോ? എന്നാലും സംസാരിക്കാൻ പറ്റാത്ത എന്ത് തിരക്കാ അവൾക്ക്. വൈകുന്നേരം വിളിക്കട്ടെ, ചിലത് തീരുമാനിക്കാനുണ്ട്. എന്നോട് പിണക്കുവാണോ? ഞാനെന്തിനു പണങ്ങുന്നത്? സോറി സച്ചേട്ടാ, അന്നേരത്തെ വിഷമത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. തൻ്റെ വിഷമം തനിക്ക് വലുതാണ്, വേറെ ആർക്കും ഒരു വിഷമമില്ലല്ലോ. ഞാനതിന് സോറി പറഞ്ഞല്ലോ. ഇനി അത് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ. ഇനി സച്ചിന് ഇഷ്ടമുള്ളപ്പോൾ ആ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയാൽ മതി. ഞാൻ ഇനി അതിനെ നിർബന്ധിക്കില്ല, പോരെ? ഇടോ, നല്ലൊരു സമയം നോക്കി ഉടനെ തന്നെ അത് തൻ്റെ കഴുത്തിൽ കെട്ടിത്തരാൻ പോരെ? അത് മതി. ഇത് നേരത്തെ വിളിച്ച ഡോക്ടർ തന്നെയാ? ആ അതെ. അല്ല, എന്തിനാ കോൾ കിട്ടിയത്? അതെടുത്ത് സംസാരിക്കായിരുന്നില്ലേ? സാരമില്ല, ഞാൻ പിന്നീട് സംസാരിച്ചോളാം. ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. ഏയ് അല്ല,